ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്താ പറയുക ചർച്ച ഒരു പർട്ടിക്കുലർ ആർട്ടിക്കിളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ആ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ എനിക്ക് വന്നൊരു ഐഡിയ ആണ്. അപ്പൊ ഈ ബുക്ക് ദിസ് എക്സ്പ്ലെയിൻസ് എവരിത്തിങ് എന്നാണ് ഈ ബുക്കിന്റെ പേര്. അപ്പൊ ഇത് edge.org എന്ന് പറഞ്ഞൊരു എന്താ പറയാ ജോൺ ബ്രോക്ക്മാന്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. എല്ലാ കൊല്ലവും അവരൊരു ക്വസ്റ്റ്യൻ പോസ് ചെയ്യും. എന്നിട്ട് വേൾഡിലെ ലീഡിങ് ഇന്റലക്ച്വൽസിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരേത് ആൻസർ ഇതിപ്പോ ഏത് കൊല്ലത്തെയാണെന്നുള്ളത് ഞാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് edge.org ഇപ്പോ 2013 ക്വസ്റ്റ്യൻ ആണ്. ദിസ് എക്സ്പ്ലെയിൻസ് എവരിത്തിങ് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് സൂസൻ ബ്ലാക്ക്മോർ ആണ്. എവല്യൂഷൻ ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നാണ്. അപ്പൊ ഡാർവിനിന്റെ പരിണാമ സിദ്ധാന്തത്തെ ആൾക്കാർ പലപ്പോഴും തെറ്റായിട്ട് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മളതിനെ എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ എന്നാണ് അതിന്റെ സാങ്കേതിക നാമം. അപ്പൊ നമുക്ക് ഈ ആർട്ടിക്കിളിന്റെ ഇറ്റ്സ് എ 1 പേജ് ആർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചിട്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ ഈ ആർട്ടിക്കിൾ വായിക്കണേക്കാൾ മുമ്പ് സൂസൻ ബ്ലാക്ക്മോർ ഒരു കോൺഷ്യസ്നെസിനെ കുറിച്ചൊക്കെ റിസർച്ച് നടത്തുന്ന ഈ ഡോക്ട്രിൻസിന്റെ മെമറ്റിക്സ്, സയൻസ് ഓഫ് മീൻസ് അതിലൊക്കെ റിസർച്ച് നടത്തുന്ന ഒരു എന്താ പറയാ ഈ സൈക്കോളജിസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ എവല്യൂഷൻ ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നാണ് ഈ എസ്സേയുടെ പേര്. ഓഫ് കോഴ്സ് ഇറ്റ് ഹാസ് ടു ബി ഡാർവിൻ. നത്തിങ് എൽസ് കംസ് ക്ലോസ്. എവല്യൂഷൻ ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്റെ ബ്രാക്കറ്റിലാണ് ഓർ ഇൻഡീഡ് എനി കൈൻഡ് ഓഫ് സെലക്ഷൻ. അപ്പൊ നാച്ചുറൽ സെലക്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാർവിൻ ബയോളജിയുടെ കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞെങ്കിലും അത് കൾച്ചറൽ കോണ്ടെക്സ്റ്റിലോട്ട് പിൽക്കാലത്ത് അത് എക്സ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പൊ ജീനാണ് യൂണിറ്റ് ഓഫ് ട്രാൻസ്മിഷൻ ഇൻ ദ ബയോളജിക്കൽ വേൾഡ് എങ്കിൽ കൾച്ചറൽ വേൾഡില് അതിനെ മീം എന്ന് വിളിച്ചു. അപ്പൊ സയൻസ് ഓഫ് മീമിനെ മെമറ്റിക്സ് എന്ന് വിളിക്കുന്നു. അതായത് ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പറയണേക്കാൾ മുമ്പ് ഇതിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. അതായത് 1859 HMS ബീഗിൾ എന്ന് പറഞ്ഞൊരു ഷിപ്പില് ഡാർവിൻ വേൾഡ് മുഴുവൻ യാത്ര ചെയ്യും. പുള്ളിയുടെ ഹൈപ്പോത്തസിസ് ആണ്. ഹൈപ്പോത്തസിസ് പിൽക്കാലത്ത് തിയറി മാതിരി, അതായത് ആൾമോസ്റ്റ് തിയറി സ്റ്റാറ്റസ് ഉണ്ട്. കാരണം അവിടെ ഇവിടെയൊക്കെ നോൺ കൺഫർമൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് പുള്ളി തിയറിയാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എവല്യൂഷൻ ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നുള്ളൊരു ഐഡിയ ആണ് പുള്ളി മുന്നോട്ട് വെച്ചത്. അപ്പൊ ഈ എവല്യൂഷൻ നടക്കുന്നത് കിങ്ഡം ലെവലിലാണോ, ഫൈല ലെവലിലാണോ, ജോണർ ലെവലിലാണോ, സ്പീഷ്യസ് ലെവലിലാണോ, ഫാമിലി ലെവലിലാണോ എന്നുള്ളൊരു ചോദ്യം വന്നു. അപ്പോ അതിങ്ങനെ കിടക്കുമ്പോഴാണ് 1903-1900 ഗ്രിഗർ മെൻഡൽ മോഡേൺ ജനറ്റിക്സിന്റെ ഹൈപ്പോത്തസിസുകൾ മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ പുള്ളിയുടെ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ തിയറി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ മെൻഡേലിയൻ ജനറ്റിക്സും ഡാർവീനിയൻ തിയറി ഓഫ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷനും സിന്തസൈസ് ചെയ്തത് ബ്രിട്ടീഷ് ബയോളജിസ്റ്റ് ജോൺ മൈനാർഡ് സ്മിത്തും അയാളുടെ സ്റ്റുഡൻസ് ആണ്. അയാളുടെ വൺ ഓഫ് ദി സ്റ്റുഡന്റിന്റെ പേരാണ് റിച്ചർഡ് ഡോക്കിൻസ്. അപ്പോ അവരുടെ കണ്ടുപിടുത്തം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജീനാണ് യൂണിറ്റ് ഓഫ് എവല്യൂഷൻ. അപ്പോ നമ്മളൊക്കെ ഈ റെപ്ലിക്കേഷൻ ഡൈനാമിക്സ് എന്ന് പറയും, അങ്ങനെയാണ് എവല്യൂഷൻ നടക്കണേ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിന്റെ പേര് സെൽഫിഷ് ജീൻ എന്ന് പറയുന്നത്. അപ്പോ അതിനൊപ്പം തന്നെ ഒരു ഡാർവീനിയൻ ലെൻസ്, അത് പൊതുവെ വെസ്റ്റേൺ ഏത്തീസ്റ്റ് ഫിലോസഫേഴ്സിനുണ്ട്, ഒരു ഡാർവീനിയൻ ലെൻസ് ഫിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് അതിനെ യൂണിവേഴ്സൽ ഡാർവിനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഡാനിയൽ ഡെന്നറ്റ് ഒരു ബ്രിട്ടീഷ് ഫിലോസഫറാണ്, അമേരിക്കൻ ഫിലോസഫറാണ്. പുള്ളിയുടെ ഒരു ബുക്കാണ് ഡാർവിൻസ് ഡേഞ്ചറസ് ഐഡിയ. ഈ ബുക്ക് ഒരു സർവ്വതും ഡാർവിൻ മയം എന്ന് നമുക്ക് പറയാനുള്ളൂ. അപ്പോ ഒരു എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ ഈസ് ബിഹൈൻഡ് എവരിത്തിങ് എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്ട്രീം അഡ്വക്കസി ഉണ്ട്. ബട്ട് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് റീഡ്. അപ്പൊ ഇപ്പൊ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ്. ഇപ്പോ റിച്ചർഡ് ഡോക്കിൻസ് പുള്ളിയുടെ മെമറ്റിക്സിനെ കുറിച്ച് പറഞ്ഞത് ഈ എന്താ പറയുക സെൽഫിഷ് ജീൻ എന്നുള്ള ബുക്കിലാണ്. ഇതിന്റെ ഒരു മലയാള ട്രാൻസ്ലേഷൻ ഞാൻ കുറച്ചോളം മുമ്പ് വാങ്ങിച്ചിരുന്നു. അപ്പോ ഇങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്.
അപ്പൊ ഇവര് പറയുന്ന ഈ അൽഗോരിതം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയേഷൻ, അതായത് ഒരു ജനറേഷനിൽ കുറെ എന്താ പറയാ ഒരു പർട്ടിക്കുലർ സ്പീഷീസിന്റെ പല വേരിയേഷൻസ് വിൽ ആക്ച്വലി ലെറ്റ് ലൂസ് അല്ലെ ഔട്ട് ഇൻ ദ വൈൽഡ് പോകും. അപ്പൊ അവിടെ പോയിട്ട് ഈ എന്താ പറയാ എൻവയോൺമെന്റ് ആയിട്ട് ഫിറ്റ് ആവുന്ന ആൾക്കാർ സെലക്ട് ചെയ്യപ്പെടും. സെലക്ഷനാണ് അടുത്ത ഓപ്പറേറ്റർ. പിന്നെ ഈ സെലക്ഷൻ അതിജീവിച്ചവർ അല്ലെങ്കിൽ സെലക്ഷൻ കഴിഞ്ഞവര് റീപ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ അത് വേരിയേഷനായി ഒരു മൈൻഡ്ലെസ് പ്രോസസ്സിലൂടെയാണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യണമെന്നാണ് ഈ സൂസൻ ബ്ലാക്ക്മോർ അവരുടെ ഈ എസ്സേയില് പറയുന്നത്. ഓക്കെ, അപ്പോ this simple 3-step algorithm explains with one simple idea why we live in a universe full of design. അത് ഈ വേൾഡിൽ ഇപ്പൊ കാണുന്ന, അതായത് ഒരു ഇന്റലിജന്റ് ഡിസൈൻ തന്നെ ഒരു മൈൻഡ്ലെസ് പ്രോസസ്സിലൂടെ ഉണ്ടായി എന്നാണ് എന്താ പറയാ ഇവർ അവകാശപ്പെടുന്നത്. ഇതിലൊരു സത്യമില്ലാതില്ല. അപ്പോ എന്താ പറയാ ഈ ബ്ലൈൻഡ് വാച്ച് മേക്കർ, അതായത് ഈ എന്താ പറയാ കോമ്പറ്റൻസ് വിത്തൗട്ട് കോംപ്രിഹെൻഷൻ, ഇങ്ങനെ കുറെ ഐഡിയാസ് ഈ ഡാർവിനിയൻ ലെൻസിലൂടെ വേൾഡ് കാണുമ്പോൾ, അറ്റ്ലീസ്റ്റ് വെസ്റ്റേൺ കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഡാർവിനിയൻ ലെൻസ്. ഇവിടെ ഇഫ് യു ഡോണ്ട് ബിലീവ് ഇൻ ഡാർവിൻ ഓർ ക്രിയേഷനിസോ എന്ത് ഐഡിയ വിഭജിച്ചാലും നമുക്ക് അതിന്റെ പ്ലോസിബിലിറ്റി, സാധുത, അതായത് ഡാർവിനിയൻ തിയറി ഓഫ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷന്റെ ആകെ കൂടിയുള്ള ഒരു സാധുത തള്ളിക്കളയാൻ അവർക്ക് സാധിക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പോ it explains it explains not only why we are here, നമ്മൾ എന്തുകൊണ്ട് ഇവിടെ ഉണ്ടെന്ന് മാത്രമല്ല, എന്താ പറയാ ഈ വൈറ്റ് ട്രീസ്, കിറ്റൺസ്, ലാംഗ്വേജസ്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ചെൽസിയ ഫുട്ബോൾ ടീം ആൻഡ് ഐഫോൺ ഇവിടെ എന്തുകൊണ്ടാണ്? ഇതെല്ലാം ഒരു മൈൻഡ്ലെസ് അൽഗോരിതം അല്ലെങ്കിൽ ബ്രൂട്ട് ഫോഴ്സ് അൽഗോരിതമായ എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ മൂലമാണെന്നാണ് ഈ 3-step അൽഗോരിതം എന്നാണ് ഇവര് അവകാശപ്പെടുന്നത്. അപ്പോ യു മൈറ്റ് വണ്ടർ വൈ ദിസ് എക്സ്പ്ലനേഷൻ ഈസ് സോ സിമ്പിൾ ആൻഡ് പവർഫുൾ. നോ വൺ തോട്ട് ഇറ്റ് ബിഫോർ ഡാർവിൻ ആൻഡ് ആൽഫ്രഡ് റസൽ വാലസ്. അപ്പൊ ഡാർവിന് മുമ്പ് ലമാർക്കിയൻ സിദ്ധാന്തമായിരുന്നു. അപ്പോ അത് കുറച്ചും കൂടി എന്താ പറയാ ഇപ്പൊ ഈ ജിറാഫിന് പൊക്കം വെച്ചത് മരത്തിന്റെ ഹൈറ്റ് കൂടിയത് കൊണ്ട് അങ്ങനെ ഇവോൾവ് ചെയ്താണെന്നാണ്. പക്ഷേ ഈ ഒരു എന്താ പറയാ ഒരു റിക്കർസീവ് അല്ലെങ്കിൽ ഒരു ലൂപ്പിംഗ് പ്രോസസ്സിലൂടെ ഈ 3 സ്റ്റെപ്പിലൂടെ എന്താ പറയാ ഒരു ഫിറ്റ് ക്രൈറ്റീരിയ ഉണ്ട്. അത് റാൻഡം ആണെന്നുള്ളതാണ് ഇതിനെ അങ്ങനെ അതിജീവിച്ചിട്ടാണ് ഇതുണ്ടായെന്നുള്ളത് ആൽഫ്രഡ് റസൽ വാലസ് ആണ് ആദ്യമായിട്ട് ഹൈപ്പോത്തസൈസ് ചെയ്ത്. ഡാർവിനാണ് അതിനു വേണ്ടിയുള്ള തെളിവുകൾ ക്യൂറേറ്റ് ചെയ്ത്. ഇപ്പോ ശരിക്കും ആൽഫ്രഡ് റസൽ വാലസിനും ഒരു ചെറിയൊരു എന്താ പറയാ ഇതിന്റെ ഒരു ക്രെഡിറ്റ് കിട്ടേണ്ട ആവശ്യമുണ്ട്. And why even today so many people fail to grasp it. അതായത് മിക്ക ആൾക്കാർക്കും ഒക്കെ ഡാർവിൻ പറയുന്നത് ശരിയാണ്. ഇപ്പൊ ഒരു ക്രിസ്ത്യൻ വേൾഡ് വ്യൂ ഉള്ള ഒരാളാണെങ്കിൽ ക്രിയേഷനിസത്തിലായിരിക്കും വിശ്വസിക്കുന്നത്. പിന്നെ ഈ ഓർഡർ കാണുമ്പോൾ ഇതൊക്കെ ശരിയാണോ, ഇങ്ങനെയാണ് ഓർഡർ ഉണ്ടായി, ഇനി ലൈഫ് എങ്ങനെ എക്സിസ്റ്റ് ചെയ്ത്, ഫിസിക്കൽ ഫോംസ് എങ്ങനെ, ഇപ്പോ സ്പേസ് ടൈം ബയോളജി ഒത്തുവരുമ്പോ എങ്ങനെ ലൈഫ് ഫോംസ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോ ഒരു 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 ഓർഡർ ഇതിന്റെ പുറകിലുണ്ടെന്നുള്ളത് വിചാരിക്കുന്നതിൽ ഒരു കോമൺ സെൻസ് തലത്തിൽ തെറ്റ് പറയാൻ സാധിക്കില്ല. അപ്പൊ അതാണ് ഇവിടെ ഇതിനെ ഇറ്റ് സീംസ് ദാറ്റ് യു ആർ സേയിങ് നത്തിങ്. അങ്ങനെയല്ല. അപ്പൊ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാല് ദ റീസൺ ഐ തിങ്ക് ഈസ് ദാറ്റ് അറ്റ് ഇറ്റ്സ് ഹേർഡ് ദർ സീംസ് ടു ബി എ ടോട്ടോളജി. ടോട്ടോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാത്തമാറ്റിക്കൽ ലോജിക്കിലും ഫിലോസഫിക്കൽ ലോജിക്കിലും നിങ്ങൾ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ലോജിക് എടുക്കുക, ഒരു പ്രൊപ്പോസിഷൻ, ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ, നിങ്ങൾ ഏത് വാല്യൂ പ്രൊപ്പോസിഷന്റെ ഓരോ ആറ്റോമിക് പ്രൊപ്പോസിഷന്റെ വാല്യൂ ഏതായാലും ഇവൻച്വലി അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ട്രീ വരുന്ന സ്റ്റേറ്റ്മെന്റാണ് ടോട്ടോളജി. ഓർ സ്റ്റേറ്റിംഗ് ദ ഒബിയസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇറ്റ് കംസ്, അപ്പൊ എന്താ പറയുക, സക്സസ്ഫുൾ ഐഡിയാസ് ആർ സക്സസ്ഫുൾ. ടു ടേൺ ദീസ് ടോട്ടോളജീസ് ഇൻ ടു പവർ യു നീഡ് ടു ആഡ് ദ കോണ്ടെക്സ്റ്റ്. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, തിങ്സ് ദാറ്റ് സർവൈവ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു എന്താ പറയാ ഒരു യുക്തി അതിന് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിലെന്തായിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് തോന്നാം. അതാണ് ഈ ഇത്രയും അതിന്റെ എഫക്റ്റ് ഈസ് സോ സിമ്പിൾ ദാറ്റ് ഇങ്ങനെ ഒരു മൈൻഡ്ലെസ് പ്രോസസ് ആണെന്ന് വിശ്വസിക്കാൻ പോലും
ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ആർട്ടിക്കിള് ഈ 3 അൽഗോരിതം, അതായത് ഈ 3 സ്റ്റെപ്പ്, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ വേരിയേഷൻ, സെലക്ഷൻ, റിപ്പീറ്റേഷൻ ഓർ റീപ്രൊഡക്ഷൻ, ഈ 3 സ്റ്റെപ്പായിട്ടാണ് ഈ ആർട്ടിക്കിൾ, അതായത് Edge.org ദിസ് എക്സ്പ്ലെയിൻസ് എവറിത്തിങ് പറയുന്നത്. അപ്പോൾ ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ലെനോർഡ് മ്ലോഡിനോവ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതായത് ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ കൂടെയൊക്കെ ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോ ഫിലോസഫി ഈസ് ഡെഡ് എന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് മരിക്കുന്നതിനൊക്കെ മുമ്പ് ഒരു പുസ്തകത്തിൽ പറഞ്ഞത് പുള്ളിയായിട്ട് കോദർ ചെയ്തിട്ട്, ഗ്രാൻഡ് ഡിസൈൻ എന്ന ബുക്കിന്റെ പേര്. അപ്പൊ ഈ ലെനോർഡ് മ്ലോഡിനോവും ദീപക് ചോപ്രയും തമ്മിൽ ഈസ് ഗോഡ് ഇല്യൂഷൻ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അവര് തമ്മിലുള്ള സംവാദമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ശരിക്കും ഗോഡ് ഡെലൂഷൻ എന്നുള്ള ഡോക്കിൻസിന്റെ 2006 ബുക്കിനെ ചുറ്റിപ്പറ്റി അതിലത്തെ പ്രമേയങ്ങളായിട്ട് ലെനോർഡ് മ്ലോഡിനോവും വേദാന്തത്തിന്റെ പ്രമേയങ്ങൾ മറ്റേ ദീപക് ചോപ്ര ചെയ്യാണ് ചെയ്തത്. അപ്പൊ ആ ബുക്കിന്റെ പേര് ഈസ് ഗോഡ് ഇല്യൂഷൻ എന്നാണ്. പക്ഷെ അതിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഡാർവിനിയൻ തിയറി ഓഫ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷനെ ഒരു മൈൻഡ്ലെസ് പ്രോസസ് വഴിയാണ് ബയോളജിക്കൽ എവല്യൂഷൻ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാമെങ്കിലും കൾച്ചറൽ എവല്യൂഷൻ അതിനെ ഓവർ റൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ എന്താ പറയാ ഈ അതിൽ ദീപക് ചോപ്ര വാദിക്കുന്നത്. ഹി ഹാസ് ഡൺ ഇറ്റ് ബ്രില്യന്റ്ലി. അപ്പോ ഈ പി കേശവൻ നായർ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്. DC ബുക്സ് പബ്ലിഷ് ചെയ്ത ആസ്തികനായ ദൈവം എന്ന് പറഞ്ഞ പുസ്തകം, അതായത് നാസ്തികനായ ദൈവം ഈ നമ്മുടെ ഗോഡ് ഡെലൂഷൻ 2006 ഇറങ്ങിയപ്പോ അതിന്റെ ആ പുസ്തകത്തെ കുറിച്ച് ഒരു പ്രൊഫസർ പഠിക്കുകയും, അദ്ദേഹം പ്രൊഫസർ ആയിരുന്നില്ല എന്ന് തോന്നുന്നു, പുള്ളി കുറെ ബ്ലോഗ് എഴുതി അങ്ങനെ ഒരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്ത ബുക്കാണ് നാസ്തികനായ ദൈവം. അപ്പൊ നാസ്തികനായ ദൈവത്തിന് മറുപടി ആയിട്ടാണ് ആസ്തികനായ ദൈവം എന്നുള്ള ബുക്ക് പി കേശവൻ നായർ എഴുതി. അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു ചാപ്റ്റർ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം തെറ്റിയോ എന്നാണ്. അത് ദീപക് ചോപ്രയുടെ ആർഗ്യുമെന്റ് അഗൈൻസ്റ്റ് ലെനോർഡ് മ്ലോഡിനോവിൽ നിന്നാണ്. അപ്പോ ഈ കൾച്ചറൽ സ്പേസിൽ വരുമ്പോൾ ഡാർവിനിയൻ തിയറി ഓഫ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷന് അതൊരു നമുക്കൊരു കാര്യത്തെ നിയമമാണെന്ന് പറയാൻ പറ്റില്ല, ലോ ആണെന്ന് പറയാൻ പറ്റില്ല, പ്രിൻസിപ്പിൾ ആണെന്ന് പറയണമെങ്കിൽ തന്നെ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൺഫോമൻസ് വേണം. അത് അപ്പോ കേശവൻ നായർ വാദിക്കുന്നത് ഒരു പ്രാതിഭാസിക സത്യം എന്ന രീതിയിൽ നമുക്ക് ഡാർവിനിയൻ തിയറി ഓഫ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ എടുക്കാൻ പറ്റൂ. കൾച്ചറൽ എവല്യൂഷൻ നടക്കുന്നത് അങ്ങനെയല്ല എന്നാണ് ഈ പുസ്തകത്തിൽ ഇതിവൃത്തം. ഇത് ഗോഡ് ഇല്യൂഷൻ എന്നുള്ള പുസ്തകത്തിന്റെ പഠനമാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് നാസ്തികനായ ദൈവം ഗോഡ് ഡെലൂഷന്റെ പഠനമാണെങ്കിൽ ഈസ് ഗോഡ് ഇല്യൂഷന്റെ പഠനമാണ് ഈ പുസ്തകം. ഈ കേശവൻ നായർ ഒരു നല്ലൊരു എഴുത്തുകാരനാണെന്നാണ് ഇത് ചെയ്യണേ. അദ്ദേഹം ഒരു CPM ട്രേഡ് യൂണിയൻ ലീഡർ ആയിരുന്നു, അങ്ങനെ CITയുടെ ഒക്കെ നേതാവായിരുന്നു. അപ്പോൾ പ്രപഞ്ചം എന്നുള്ളൊരു പുസ്തകം 1999 പുള്ളിയുടെ ഫിസിക്സിന്റെ ഇൻട്രസ്റ്റിനെ ചുറ്റിപ്പറ്റി പബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുള്ളി പ്രപഞ്ചത്തിന്റെ 2ാം പതിപ്പിൽ അല്ലെങ്കിൽ റിവൈസ്ഡ് പതിപ്പിൽ വേദാന്തത്തെ കുറിച്ചൊരു ചാപ്റ്റർ എഴുതുകയും അങ്ങനെ പാർട്ടി പുള്ളിനെ പുറത്താക്കുകയും പിണറായി വിജയൻ അച്ചടക്ക നടപടിക്ക് വേണ്ടി വിളിച്ചു വന്നു. പാർട്ടി സെക്രട്ടറി പിണറായി വിജയനായിരുന്നു. പിന്നെ അദ്ദേഹം അത്രയും വലിയൊരു ലീഡർ ആയതുകൊണ്ട് അവർ വെറുതെ വിട്ടതാണെന്ന് തോന്നുന്നു. 2022 അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. അപ്പോ സംഭവം എന്താണെന്ന് വെച്ചാല് എനിക്കൊരു പുസ്തകം ഭഗവത്ഗീതയെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് പുള്ളിയുടെ നമ്പർ കിട്ടി. ഞാൻ പുള്ളിനെ വിളിച്ചപ്പോ പുള്ളി മരിച്ചിട്ട് ചിലപ്പോൾ ഒരു 2 മാസം ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിയുടെ വിധവയായിട്ടിരിക്കുന്ന ഒരു 3-4 മിനിറ്റ് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി. എനിക്ക് കാണണമെന്ന് വിചാരിച്ചിരുന്ന വ്യക്തിത്വമാണ്. കാരണം അദ്ദേഹത്തിന്റെ ആസ്തികനായ ദൈവമല്ല, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് ബോധത്തിന്റെ ഭൗതികമല്ല, അത് റോജർ പെൻറോസിന്റെ ഇതാണ്. ഈ ടാവോ ഫിസിക്സിനെ ചുറ്റിപ്പറ്റി പുള്ളി ഒരു പുസ്തകം എഴുതിയിരുന്നായിരുന്നു. അപ്പൊ ആ പുസ്തകം വായിച്ചതിലൂടെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുറെ ഫിസിക്സിന്റെ മലയാള പദങ്ങളൊക്കെ എനിക്ക് കിട്ടിയത്. ഈ പുസ്തകത്തിന്റെ ആണെങ്കിലും നമുക്ക് പുറകില് കേശവൻ നായരുടെ പുസ്തകങ്ങളുടെ ഗുണം അതാണ്. പുള്ളി അതിന്റെ അപ്പൻഡിക്സിൽ എല്ലാ സാങ്കേതിക പദങ്ങളുടെയും ഇംഗ്ലീഷ് കൊടുക്കും. അതൊരു ഇൻട്രസ്റ്റിംഗ് റീഡാണ്. അപ്പോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സൂസൻ ബ്ലാക്ക്മോറിന്റെ Edge.org ആർട്ടിക്കിളില് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ 3 സ്റ്റെപ്പ് അൽഗോരിതം ആണെന്ന് നമ്മൾ പറഞ്ഞു.
അപ്പോൾ ആ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ മറ്റേ എന്താ പറയാ ഈ അത് സംസാരിച്ചു. അപ്പൊ ഈ സൂസൻ ബ്ലാക്ക്മോറിന്റെ ആർഗ്യുമെന്റ് പൊതുവെ വരുന്നത് ഒരു യൂണിവേഴ്സൽ ഡാർവിനിസം എന്ന് പറഞ്ഞൊരു സ്കൂൾ ഓഫ് തോട്ടിൽ നിന്നാണ്. അതിന്റെ ഒരു പ്രൈമറി ബുക്ക് വേണമെങ്കിൽ തിയറി ഓഫ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ ജോൺ മെയ്നാർഡ് സ്മിത്തും പിന്നെ സെൽഫിഷ് ജീനും ആണ്. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് ഡാനിയൽ ഡെന്നറ്റ് ഒരു ഫാന്റാസ്റ്റിക് ബുക്ക് എഴുതിയിട്ടുണ്ട്, ഡാർവിൻസ് ഡേഞ്ചറസ് ഐഡിയ. ഇതിലെല്ലാത്തിനും ഒരു കണ്ടിന്യൂസ് തീമാണുള്ളത്. പക്ഷേ ദീപക് ചോപ്രയും മറ്റേ എന്താ പറയാ കേശവൻ നായരും ഇതിനെ ഒരു എന്താ പറയാ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാല് ഇതൊക്കെ പറഞ്ഞാലും ഒരു ശാസ്ത്ര ലോകത്ത് ഡാർവിനിയൻ തിയറി ഓഫ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷന് ഒരു വളരെയേറെ സ്വീകാര്യതയുണ്ട്. അതേമാതിരി തന്നെ സാധുതാപരമായിട്ടൊരു സത്യമുണ്ട്. അപ്പോൾ അത് വിശ്വസിക്കുകയും കൾച്ചറൽ സ്പേസിൽ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദീപക് ചോപ്രയും ഇവരൊക്കെ ഒരു വേദാന്തത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്, ഒരു ലൈഫ് ഒരു മൈൻഡ്ലെസ് പ്രോസസ് ആണെന്ന് പറയാൻ ഒരു ഭാരതീയ തത്വ സംഹിതയുള്ളവർക്ക് പൊതുവെ സ്വീകരിക്കാൻ എന്താ പറയാ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അത് ഒരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ വെസ്റ്റിലെ ഫിലോസഫികൾ എപ്പോഴും ഒരു കോൺഫ്ലിക്ട് ഓറിയന്റഡ് ഫിലോസഫീസ് ആണ്. ഇൻ ദ വേ ഇപ്പൊ ഡയലക്ടിക്കൽ മെറ്റീരിയലിസം, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അല്ലെങ്കിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം, തെസിസ് ആന്റിതെസിസ്, ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്ട് ഉണ്ടാകുമ്പോൾ സിന്തസിസ് ഉണ്ടായിട്ട് അടുത്ത ആന്റിതെസിസ് വന്ന് ഇങ്ങനെ ചലഞ്ച് ചെയ്ത് ഒരു സീരീസ് ഓഫ് കോൺഫ്ലിക്റ്റിലൂടെയാണ് വേൾഡ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ മാർക്സ് ഒക്കെ വിഭാവനം ചെയ്തത്. പക്ഷെ ഒരു വൈരുദ്ധ്യാത്മകത ഭാരതീയ ദർശനങ്ങളുണ്ടെങ്കിലും ഒരു സമന്വയത്തിലായിട്ടുള്ള ഒരു പാതയായിട്ടാണ് അത് എടുക്കുന്നത്. അപ്പൊ ആ ഒരു വീക്ഷണത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഒരു ശുദ്ധ ഡാർവിനിയനായിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല ദാർശനിക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വെസ്റ്റേൺ മോഡൽസിനെ ബ്ലൈൻഡ്ലി കോപ്പി ചെയ്യുന്നതിന്റെ ഒരു പ്രോബ്ലം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് പിന്നെ സോഷ്യൽ ഡാർവിനിസം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അത് ഹെർബർട്ട് സ്പെൻസർ ആണ് അത് മുന്നോട്ട് വെച്ചത്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് ഫിറ്റ് ക്രൈറ്റീരിയ റാൻഡം ആണെന്നോ കാലെ കൂട്ടി പ്രയോറി ഫിറ്റ് ക്രൈറ്റീരിയ ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. ഞാൻ ഇന്ന് ഒരാളൊരു PHP ഡെവലപ്പറാണ്. ഹീസ് ആക്ച്വലി ക്രോസ് സ്കില്ലിംഗ് ഹിംസെൽഫ് ഇൻ ജാവ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഇപ്പോ ഇഫ് യു മൂവ് ടു ജാവ നിങ്ങളുടെ കോമ്പൻസേഷൻ സ്ട്രക്ചറിൽ ഒരു 20% വർധന ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ജോബ് ഇൻസെക്യൂരിറ്റി കൂടാം. അപ്പോ മേ ബി ഫോർ യു PHP സ്റ്റിക്ക് ചെയ്യുന്നതാണോ അതോ ജാവ അഡോപ്റ്റ് ചെയ്യുന്നതാണോ? അഡോപ്റ്റ് ചെയ്യണം. സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് ദോബിക്ക കുത്ത ഗർക്ക രണ്ട്, അതായത് നോമാൻസ് ലാൻഡിൽ ഒന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോ വിച്ച് ആക്ഷൻ വിൽ ഗീവ് യു റിസൾട്ട് ഇൻ ദ ഫ്യൂച്ചർ എന്നുള്ളത് നമുക്ക് കാലെക്കുട്ടി അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് ഡാർവിനിയൻ തിയറി ഓഫ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷന്റെ ബ്യൂട്ടി ഇരിക്കുന്നത്. പക്ഷെ അത് സർവൈവൽ ഓഫ് ദ ഈ കൊളോണിയലിസത്തിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ഹെർബർട്ട് സ്പെൻസർ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഒരു വേറെ ലെവലിലാണ് എടുക്കുന്നത്. ഇന്നും നമ്മൾ എവിടെ പോയാലും ഈവൻ എന്താ പറയാ ഈ ആ വിവേചനം, അതായത് ഡാർവിനിയൻ ഫ്രെയിംവർക്കില് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റിന്റെ മീനിങ്ങും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ളത് ഈ കയ്യുക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള രീതിയിലേക്ക് എടുക്കുന്നത് കാണാറുണ്ട്. അപ്പോ അതൊരു കുറച്ചും കൂടി ഒരു ടഫ് ആസ്ക് ആണെന്നേ പറയാനുള്ളൂ. അപ്പോൾ ബിഫോർ ഐ സമർ, എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ ഇസ് എ 3-step process: variation, selection and repetition or replication. ഓക്കെ, അത് ഒരു യൂണിവേഴ്സൽ ഡാർവിനിസം എന്നുള്ള ഒരു ബ്രോഡർ ഫിലോസഫി ഉണ്ട്. റിച്ചർഡ് ഡോക്കിൻസും ജോൺ മെയ്നാർഡ് സ്മിത്ത് ഒക്കെയാണ് അതിന്റെ പ്രൊപ്പോണ്ട്. ജോർജ് പ്രൈസ് അങ്ങനെ ഒരു ശ്രേണിയുണ്ട്. സൂസൻ ബ്ലാക്ക്മോർ ഹാപ്പൻസ് ടു ബി ഫ്രം ദാറ്റ് അറീന. ഇനിയിപ്പോ ഒരു ടഫ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്നു, കഴിഞ്ഞ കൊല്ലം മരിച്ചുപോയ ഡാനിയൽ ഡെന്നറ്റും അതിന്റെ വക്താവാണ്. പക്ഷെ ഇവിടെ ഈ ബുക്സ് ഒക്കെ ശരിക്കും പറഞ്ഞ പ്രോഗ്രാമേഴ്സ് പൊതുവെ വായിച്ചിരിക്കേണ്ടതാണ്. സോ ദാറ്റ് ഓക്കെ ദേ ക്യാൻ ബ്രോഡൻ ദെയർ ഹൊറൈസൺ. സോ എബിലിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് ജീവിക്കുമ്പോൾ എന്ന് വെച്ചാൽ വിരുദ്ധ ആശയങ്ങളുള്ള ആൾക്കാരായിട്ട് നമുക്ക് സമന്വയിക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ടൂൾ കിറ്റ് ആയിട്ട് ഓരോ സ്കൂൾ ഓഫ് തോട്ടും അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. അപ്പൊ ഇന്ന് എന്താ പറയാ, ഈ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും ഒരാൾ UK നിന്ന് ഒരാൾ ജർമ്മനിയിൽ നിന്ന് വരും. അപ്പോ
ഇന്ത്യൻ ടൈം 12 മണിയാകുമ്പോൾ, ഞാൻ യു കെയിലുണ്ടായിരുന്നപ്പോൾ ഞാനും യു കെ കയറിയിരുന്നത്, ഞാനിപ്പോൾ ഇവിടെ 12 മണിയാകുമ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇതിനെ കുറിച്ചൊരു ചർച്ച വന്ന പശ്ചാത്തലത്തിലാണ്. ഓക്കെ, ഐ വിൽ ഷൂട്ട് എ വീഡിയോ ആൻഡ് ലെറ്റ് ഓൾ ഓഫ് യു നോ വാട്ട് ട്രാൻസ്പയർഡ് ദർ. ഓക്കെ, അപ്പോൾ ഈ edge.org ഒരു പുസ്തകം കൂടി ഉണ്ട്, ദിസ് വിൽ മേക്ക് യു സ്മാർട്ടർ. ഓക്കെ, അത് ഏത് കൊല്ലത്തെ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യനെതിരെ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യും, എന്നിട്ട് അതിനെ ചുറ്റിപ്പറ്റി. ഇത് 2012 അതായത് കൺസിക്യൂട്ടീവ് ഇയേഴ്സിലെയാണ് ഈ സാധനം. അതേമാതിരി 2015 വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ മെഷീൻസ് ദാറ്റ് തിങ്ക് എന്നുള്ളതാണ്. അപ്പൊ അതില് ഒരു വളരെ തമാശ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനൊരു 10-100 പേരോ എന്നുകൊണ്ട് പല ആൾക്കാരും ഈ AI വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള സ്പെക്കുലേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു ഫണ്ണി ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, none of the article out of that 100 expected a cloud-based AI. ഇന്ന് കാണുന്ന ലാർജ് ലാംഗ്വേജ് മോഡൽസിന്റെ ഒരു AI അവർ ആരും വിഭാവനം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫണ്ണി തിങ്. ഓക്കെ, അതായത് ഫോർ ദം AI is a device. ഓക്കെ, അപ്പൊ ഓക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു റസ്റ്റ് API വെച്ചിട്ട് ഒരു ഡിവൈസിന്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലയന്റ് വെച്ചിട്ട് ഡിവൈസ് ആണെന്ന് പറയാം. പക്ഷെ മേ ബി ഫോർ സം റീസൺ ദേ എക്സ്പെക്ടഡ് എവറിത്തിങ് ടു ബി കണ്ടെയ്ൻഡ് ഇൻ എ ബോക്സ്. അപ്പോ ഈ prediction to make prediction is very difficult, especially about the future എന്നുള്ളത് അർത്ഥവത്തം ആക്കും ഇതായിരുന്നു. അപ്പോൾ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. നന്ദി.